ഇല്ലാത്ത നിയമമൊക്കെ പറഞ്ഞ് നീ അയാളെ വിരട്ടി കളഞ്ഞു. പാവം. മുനിസിപ്പൽ റെന്റ് ആക്ട്. വക്കീലാണെന്ന് പറഞ്ഞ് വല്ല മണ്ടത്തരമൊക്കെ അടിക്കുന്നത് സൂക്ഷിച്ചു വേണം. എടാ ഞാൻ പോലീസാണെന്ന് ചോദിച്ചപ്പോ നീ അല്ലാന്ന് പറഞ്ഞെന്തിനാ? ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വാമി ഒന്ന് വിരട്ടാമായിരുന്നു. അങ്ങനെ ചില നമ്പർ ഇട്ടില്ലെങ്കിൽ ആ മാഷ് നമ്മളെ വരട്ടിയല്ലേ. അതെ, എടാ സ്വാമിയുടെ ഇളയ മകള് കൊള്ളാമല്ലോ, വീഴൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ എടുക്കരുത്. ഇല്ല, ഇവിടെ വെച്ചെടുക്കുന്നില്ല, പുറത്ത് വെച്ചാകാമല്ലോ. ലക്ഷണം കണ്ടിട്ട് ഇവനെന്തോ ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓടാ, ഞാനിവിടെ വളരെ ഡീസന്റാ. വേണമെങ്കിൽ പ്രദേശത്തുള്ളവരോടൊന്ന് അന്വേഷിച്ചു നോക്ക്. ആ അതൊക്കെ പോട്ടെ, സ്വാമിയുടെ മൂത്ത മകളോ? ഒരു പൂണൂലും കൂടെ ഇട്ട സാമിയെ പോലെ തന്നെ ഇരിക്കും. നീ നിന്റെ പാട് നോക്കടാ. ഞാൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെയൊക്കെ നല്ല കുളിസിനുണ്ടാവും ചിലപ്പോ. ഒരു ബൈനാക്കുള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ. ഒന്നാക്കുന്നത് രണ്ടായിക്കോട്ടെ. നമ്മുടെ സ്വാമിയുടെ മോളല്ലേ നിൽക്കുന്നത്? അതെ. കുറച്ച് കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുളി കാണാമായിരുന്നു. ഇനിയിപ്പോ വെള്ളത്തിൽ ഇറങ്ങില്ല. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി മുട്ടിട്ട് വരാം. പിന്നെ നിനക്ക് നീന്താനൊക്കെ അറിയാമല്ലോ. സാധാരണ ഇവിടെ അടികൊണ്ട് വീഴുന്നവര് അങ്ങ് കടലിലാ പൊങ്ങുന്നത്. നല്ല തണുപ്പ്. അല്ല, എന്നും ഇവിടാണോ കുളിക്കുന്നത്? ഇങ്ങനെ ഓപ്പണായിട്ട് നിന്ന് കുളിച്ചാലേ ആരെങ്കിലും കാണും. കുട്ടി ഇറങ്ങി കുളിച്ചോളൂ, ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? എനിക്ക് കുളിക്കണം. അയ്യോ, കുളിച്ചോ, ഞാൻ പോയേക്കാം. കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടത് മുതൽ എനിക്കൊരാഗ്രഹം. കുട്ടി എന്നും എന്റേതായിരിക്കണം. ഈ പെരിയാറിന്റെ തീരത്തുകൂടി കൈകോർത്ത് പിടിച്ച് നടക്കാനും ഒരുമിച്ചിവിടെ മുങ്ങിക്കുളിക്കാനും എന്റെ മനസ്സ് വമ്പുകയാണ്. കുട്ടിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. അയ്യോ, പോവാണോ? കുളിക്കുന്നില്ലേ? എന്താടാ പെണ്ണ് കരഞ്ഞോണ്ട് പോയത്? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, സാധാരണ പെണ്ണുങ്ങൾക്ക് പറയാറുള്ളത് പോലെ നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് വല്ലതും വെച്ച് കാച്ചിയോ? ആ കുട്ടി എങ്ങാനും ചെന്ന് സ്വാമിയോട് പറഞ്ഞാൽ സംഭവം ആകെ നാറും. ഏയ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയത്തില്ല. ഒന്നാമത് നമ്മളെ അവിടെ നിന്ന് എങ്ങനെ അടിച്ചിറക്കണം സ്വാമി ആലോചിച്ചോണ്ടിരിക്കുക. ഇതും കൂടി അറിഞ്ഞാൽ തീർന്നു. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യണമെന്നോ? തൽക്കാലം മുങ്ങി കുളിക്കാം. கட்டையில போறவன் அவன் பேர் என்ன? பொம்பளை பசங்க கிட்ட கலாட்டா பண்றானா? யாரா அவன்? உன்னால முடியலன்னா சொல்லு, நான் போய் கேக்குறேன். ஏக்கா, நான் போய் கேட்டு ஏதாவது தகராறு வந்தா வெக்கக்கேடு நமக்கு தானே. அதனால தான் நான் பேசாம இருக்கேன். அந்த முரளி மட்டும் இருந்தப்போ எந்த பிரச்சனையும் இல்லை. அவன் ஃப்ரெண்ட்ஸுக்கு இடம் கொடுத்ததே ரொம்ப தப்பா போச்சு. அப்பா, என்ன வந்தாலும் சரி, அவங்க 2 பேரை உடனே வெளியே அனுப்பித்தான் ஆகணும். காயத்ரி, எனக்கு எல்லாம் தெரியும். ஆனா நான் என்ன பண்றது? அந்த சோம்பேறி பசங்கிட்ட பேச போனா எம் மானந்தான் போயிடும். அதனால தான் பேசாம இருக்கேன். நமக்கு ஹெல்ப் பண்றதுக்கு யார் இருக்கா? ஏண்டா, அந்த போக்கிரி பசங்க பண்றத பார்த்துட்டு பேசாம இருக்க சொல்றியா? பொம்பளை பசங்க வெளியில இறங்கி நடக்க வேண்டாம், உடனே இதுக்கு ஏதாவது ஒண்ணு பண்ணிதான் ஆகணும். திரும்பேண்டி, பொம்பளை பசங்களை வெளியில இறங்கி நடக்க விட மாட்டானா? அறிவு விட்டவனுங்க. പക്ഷേ ഇതും കൂടി വരാമോ? ആര്? സ്വാമിയോ? ദാ വരുന്നു. ഞാൻ മാഷെ തേടി വരികയായിരുന്നു. എന്താ സ്വാമി വിശേഷം? അവന്മാരെ കൊണ്ട് വലിയ തൊന്തരവായിട്ടുണ്ട് മാഷെ. എന്തെങ്കിലും ഉടനെ ഒന്നും ചെയ്യാതെ പറ്റില്ല. ഇന്ന് രാവിലെ സാവിത്രി കുട്ടി കുളിക്കാൻ പോയപ്പോ ആ ഏഭ്യൻ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞതെന്ന് അറിയാമോ? ഇനി ഒരു ദിവസം പോലും അവന്മാരെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല മാഷെ.
നിങ്ങൾ തന്നെ ഏതാവത് ഒരു വഴി ചൊല്ലിക്കൊടുക്കണം. ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയെ കാണുന്നുള്ളൂ സ്വാമി. എന്താണത്? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. ആ നിമിഷം എല്ലാത്തിനെയും അവന്മാര് പൊക്കും. അത് വേണോ മാഷേ? വേണം സ്വാമി. നാട്ടുകാർ അറിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്കാണല്ലോ മോശം. ഓഹോ, അതും ശരിയാണല്ലോ. അപ്പൊ വേറൊരു വഴിയുണ്ട്. അതായത് സാവിത്രി കുട്ടിയെ കളിയാക്കിയ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുന്നില്ല. ആ, അതാ ഞാൻ മാഷെ തന്നെ കാണാൻ വന്നത്. ആ, എത്ര കൊല്ലത്തേക്കാ വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്? വാടക ചീട്ടൊന്നും എഴുതിയിട്ടില്ല സാർ. ഒരു നമ്പിക്കയുടെ പേരിൽ കൊടുത്തതാണ്. ആരെങ്കിലും ഇക്കാലത്ത് വാടക ചീട്ടില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ സ്വാമി? അതെ സാറേ, വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് സ്വാമി തീരെ പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും അവിടെ നിന്ന് മാറിക്കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അയാൾ വേറെ രണ്ടുപേരെ കൂടി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. സാർ അയാളെ പിടിച്ച് രണ്ടങ്ങ് ചാമ്പി കാണുമല്ലോ, ഇറങ്ങിത്തരും. താൻ സ്വാമിയുടെ ആരാ? അളിയൻ. ആ അളിയൻ. അതെ. അല്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ആമാ. അപ്പുണ്ണി മാഷ്. അതെ, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല സാറേ. നാട്ടുകാർ ബഹുമാനം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നതാ. ഗുഡ് മോർണിംഗ് സാർ. എങ്ങനെയെങ്കിലും അവന്മാരെ അവിടെ നിന്നൊന്ന് ഒഴിപ്പിച്ചു തരണം. വലിയ ശല്യമായിട്ടുണ്ട്. ശരിക്കും ഒരു വാടക ഗുണ്ടായിസം എന്ന് പറയാം. ശരി, സ്വാമി പോയിക്കോളൂ. ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഓ, സാറേ, ഞാൻ വൈകിട്ട് അങ്ങ് വരാം. വാട്ട് ഈസ് യുവർ നെയിം? ഇങ്ങ് വന്നേ. എന്താ കഴിവുണ്ടോ മോനെ? അടിച്ചിട്ട് വണക്കം സാർ. നമസ്കാരം. അവന്മാര് മോളിലുണ്ടോ? ഉണ്ട് സാർ. സ്വാമി വരണ്ട. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി. നിങ്ങളാണോ മുരളി? അതെ സാർ. സ്വാമി നിങ്ങളോട് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താ മാറി കൊടുക്കാത്തെ? അത് ഞങ്ങൾ കൃത്യമായിട്ട് വാടക കൊടുക്കുന്നുണ്ട് സാർ. അതൊക്കെ ശരിയായിരിക്കാം. ആ, പിന്നെ സ്വാമി ഇത് പൊളിച്ചു പണിയെന്ന് പറയുമ്പോ മാറി കൊടുക്കാതെ ഗുണ്ടായിസം കാണിക്കാണോ? അയ്യോ, ഗുണ്ടായിസം ഒന്നുമല്ല സാർ. സ്വാമിയോട് ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഇതാരാ? എന്റെ ഫ്രണ്ടാണ് അഡ്വക്കേറ്റ് ജോസ് കുര്യൻ. ആദ്യം നിങ്ങൾ മാത്രമല്ലേ ഇവിടെ താമസിച്ചിരുന്നത്? ആരോട് ചോദിച്ചിട്ടാ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? അവര് തൽക്കാലം 2-3 ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നാണ് സാർ. ശരി ശരി, സ്വാമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേഗം റൂം ഒഴിഞ്ഞു കൊടുത്തേക്കണം. അല്ല, സ്വാമി ഇത് പൊളിച്ച് പണിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പൊളിക്കും എന്ന് പറയുന്നതല്ലാതെ സ്വാമി പ്ലാൻ വരയ്ക്കുകയോ സബ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വാമി ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ആള് വളരെ ക്രൂക്കഡാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കിയിട്ട് കൂടുതൽ വാടകയ്ക്ക് വേറെ ആർക്കോ കൊടുക്കാന്ന് സ്വാമി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഇനി സ്വാമിക്ക് ഇത് പൊളിച്ച് പണിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ശരിയാവുമ്പോ ക്വാർട്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം. ഇനിയും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് സ്വാമിയോട് സാറൊന്ന് പറയണം. സാറിനെ ഞാൻ ക്വാർട്ടേഴ്സിൽ വന്ന് കണ്ടോളാം. മുരളി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇവിടെ വർഗീസ് ഫാർമസ്യൂട്ടിക്കൽ. ഓഹോ, അപ്പൊ ധാരാളം മെഡിസിൻ സാമ്പിൾസ് ഫ്രീ ആയി കിട്ടുമല്ലോ. കിട്ടും സാർ. സാറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. ഓക്കെ, സീ യു. താങ്ക് യു സാർ. വലിയ താപ്പാനങ്ങളെ ഡോക്ടേഴ്സിനെ വീഴ്ത്തുന്നു, പിന്നെയല്ലേ ഇയാള്. എങ്ങനെയുണ്ട് വിടൽ? 5-6 ദിവസം കഴിയുമ്പോ നീയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. കോപ്പ് ഇറങ്ങും. അല്ല, ഞാൻ ആലോചിക്കുക, ആ, ഈ SIO കൊണ്ട് നമ്മുടെ സ്വാമിക്കിട്ട് 2 കൊടുപ്പിച്ചാലോ? ആലോചിക്കാവുന്നതാണ്.